നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ ശക്തമായ വിവരയുദ്ധവും അഥവാ ഇൻഫർമേഷൻ വാറും അരങ്ങേറുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തങ്ങളുടെ തിരിച്ചടിയിൽ അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമായ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ തകർത്തു എന്ന ഇറാന്റെ അവകാശവാദമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. എന്നാൽ ഈ അവകാശവാദം വെറും കെട്ടിച്ചമച്ചതാണെന്നും തങ്ങളുടെ പരാജയം മറച്ചുപിടിക്കാനുള്ള ഇറാന്റെ ശ്രമമാണിതെന്നും പെന്റഗൺ വ്യക്തമാക്കുന്നു. യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യവും ഇറാൻ പ്രചരിപ്പിക്കുന്ന വാർത്തകളും തമ്മിലുള്ള വൈരുദ്ധ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും ജനങ്ങളെയും സൈന്യത്തെയും മോചിപ്പിക്കുവാൻ ഒരു വലിയ വിജയം ഇറാന് അനിവാര്യമായിരുന്നു. അതിന്റെ ഭാഗമായാണ് തങ്ങളുടെ 4 ബാലിസ്റ്റിക് മിസൈലുകൾ എബ്രഹാം ലിങ്കൺ കപ്പലിൽ നേരിട്ട് പതിച്ചുവെന്ന വാർത്ത ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ വാദത്തെ പാടെ തള്ളിക്കളഞ്ഞു. മിസൈലുകൾ കപ്പലിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ലെന്നും ഇറാന്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താനുള്ള കഴിവിനെ പരിഹസിച്ചുകൊണ്ടും അമേരിക്ക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചു. 1,00,000 ടൺ ഭാരവും 1000 അടിയിലധികം നീളവുമുള്ള ഒരു പടുകൂറ്റൻ കപ്പലിനെ പോലും ലക്ഷ്യം വെക്കാൻ കഴിയാത്ത ഇറാന്റെ ഭീഷണികൾ പൊള്ളയാണെന്ന് ഇതോടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. സൈനിക വിശകലന വിദഗ്ധർ പറയുന്നതിനനുസരിച്ച് ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, എബ്രഹാം ലിങ്കൺ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഈജിസ് കോംബാറ്റ് സിസ്റ്റവും ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധക്കപ്പൽ വ്യൂഹത്തിന്റെ മധ്യത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ വിക്ഷേപിക്കുന്ന ഏതൊരു മിസൈലിനും കപ്പലിന് അരികിലെത്തുന്നതിന് മുൻപ് തന്നെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നിലധികം മതിലുകളെ അതിജീവിക്കേണ്ടതുണ്ട്. കൂടാതെ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ പേർഷ്യൻ ഗൾഫിലെ ഇടുങ്ങിയ ഭാഗത്തല്ല, മറിച്ച് സുരക്ഷിതമായ അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലുമാണ് ഈ കപ്പൽ വ്യൂഹം നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ മിസൈലുകളെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാനും തകർക്കാനും അമേരിക്കൻ റഡാറുകൾക്ക് കൂടുതൽ സമയം നൽകുന്നു. കപ്പലിനെ നേരെ നടന്ന ആക്രമണം വ്യാജമാണെങ്കിലും ഈ യുദ്ധം അമേരിക്കൻ സൈന്യത്തിന് ചില കനത്ത ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പെന്റഗൺ സമ്മതിക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആദ്യമായി 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇത് യുദ്ധത്തിന്റെ ദാരുണമായ വശമാണ് കാണിക്കുന്നത്. സ്വന്തം നേതൃത്വം തകരുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിശ്ചലമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ വ്യാജ വാർത്തകളുടെ തങ്ങളുടെ ജനതയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യുദ്ധകളത്തിൽ വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ വിവരയുദ്ധത്തിലൂടെ വിജയം നേടുക എന്ന ഇറാന്റെ തന്ത്രമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.